തിരുവനന്തപുരത്ത് വലിയ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെയൊക്കെ ഫുൾ വെള്ളക്കെട്ടായിരുന്നു എന്നാണ് അവിടുത്തുകാരൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മഴ മുന്നറിയിപ്പുകളിലേക്ക് കിടക്കാം. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നതാണ് പ്രവചനം. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പുകളൊക്കെ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിക്കോളൂ. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ അരുവിക്കര ഡാമിന്റെയും നെയ്യാർ ഡാമിന്റെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. സമീപ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതേസമയം മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് പൊന്മുടി, മങ്കയം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശനം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവധി ദിവസമാണെന്ന് കരുതി അടുത്ത ദിവസങ്ങളിൽ യാത്രയൊക്കെ പൊന്മുടിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ആഴ്ചത്തേക്ക് ഒന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. അഷിൻ ഡിയേഗോയും രാഹുൽ സുരേഷുമാണ് നമുക്കൊപ്പം ചേരുന്നത്. അഷിൻ ഡിയേഗോ, ഗുഡ് ഈവനിംഗ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ എങ്ങനെയുണ്ട്? രാവിലത്തെ വെള്ളക്കെട്ടൊക്കെ മാറിയോ? സുജിയ, തലസ്ഥാനത്ത് ഇന്നലെ മുതൽ തുടങ്ങിയ മഴയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു നേരിയ ശമനമുണ്ട്. പല മേഖലയിൽ നിന്നും മഴവെള്ളം, ഈ വെള്ളം കെട്ടിക്കിടന്ന ഭാഗങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും അതുപോലെ തന്നെ മഴക്കെടുതിയും രൂക്ഷമായിരുന്നു. മൊത്തത്തിൽ ഉള്ള അറിയിപ്പുകൾ ശ്രദ്ധിച്ചാൽ ഇന്ന് 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഞ്ഞ അലർട്ട് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഈ 5 ജില്ലകളിലാണ് നിലവിൽ ഇന്ന് യെല്ലോ അലർട്ട് തുടരുന്നതും. നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ 4 ജില്ലകളിൽ മഴയുണ്ടാകും. അതും ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് നാളെ യെല്ലോ അലർട്ടുമാണ്. നിലവിൽ ഈ മഴയ്ക്ക്, ഈ സംസ്ഥാനത്ത് ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് കാരണം ഈ ബേ ഓഫ് ബംഗാളിന് മുകളിൽ നിൽക്കുന്ന ഒരു ചക്രവാത ചുഴിയാണ്. അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. നിലവിൽ അത് വടക്ക് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ വടക്കൻ കേരളത്തിലേക്കും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടാകും. അപ്പോൾ തിരുവനന്തപുരത്ത് തൽക്കാലം മഴയൊന്ന് തോർന്നു നിൽക്കുകയാണ്. അഷിൻ ഡിയേഗോയുടെ ഫ്രെയിമിൽ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ, മഴയൊന്ന് മാറി നിൽക്കുന്നു. നമുക്ക് ഇടുക്കിയിലേക്കൊന്ന് പോകാം. രാഹുൽ സുരേഷ്, തിരുവനന്തപുരത്ത് മഴ തോർന്നു. ഇടുക്കിയിൽ ഇപ്പോൾ മഴയുണ്ടോ? കുടയൊക്കെ കയ്യിലുണ്ടെന്ന് കണ്ടു. എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ? കൂടുതൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടോ കളക്ടർ? സുജിയ, ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഇരുണ്ടുമൂടിയ കാലാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ശക്തി കുറഞ്ഞ മഴ രേഖപ്പെടുത്തുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി അതിശക്തമായ മഴയായിരുന്നു ജില്ലയുടെ വിവിധ മേഖലകളിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ചെറിയ ഡാമുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ വരും മണിക്കൂറിൽ ഉയർത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് രാവിലെ എഴുകുംവയലിൽ 3 ഏക്കർ കൃഷിയിടമാണ് ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൂടാതെ വിവിധയിടങ്ങളിൽ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മലയോര മേഖലകളിലൂടെയുള്ള യാത്രയ്ക്ക് അതീവ ജാഗ്രത വേണം എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്ന കാര്യം. നാളെ മുതൽ അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അവരും ജാഗ്രത പാലിക്കണം. സുജയ.